ഗോവിന്ദനെ പിന്നെ പത്മനാഭൻ എന്ന് വിളിക്കൂ. അല്ല അങ്ങനെയല്ല, ഗോവിന്ദനെ വിളിക്കും. നോക്കൂ, സരിനെ വിളിക്കും. പാലക്കാട് സീറ്റ് കിട്ടിയില്ല, ചാടി. അത് ഷഫീറിന്റെ സ്വഭാവമായിരിക്കും, എന്റെ സ്വഭാവം. ഷഫീർ നിന്നിടത്തേ നിന്നിട്ടുള്ളൂ. നോക്കാം. IASS ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അല്ല താങ്കൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താ സംഭവിച്ചെന്ന് ഞാൻ തന്നെ പറയാം. രാഹുൽ മാങ്കൂട്ട് തോൽപ്പിക്കാൻ കോൺഗ്രസിനകത്ത് നീക്കങ്ങൾ നടന്നിരുന്നോ? താങ്കൾ കണ്ടതല്ലേ കത്ത്? DCCയും MP യും അടക്കമുള്ള ഈ കത്തൊന്നും ഇനി ചർച്ചയാവില്ലല്ലോ. കാരണം 18,000 ഭൂരിപക്ഷം ഉണ്ടല്ലോ. അത് ഭൂരിപക്ഷം വലിയ ഭൂരിപക്ഷമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കാനെടുത്ത തീരുമാനം ശരിയാണെന്ന് പാലക്കാട് ബോധിപ്പിക്കുകയല്ലേ? അല്ല, ആ ബോധ്യം ഞാൻ പറഞ്ഞല്ലോ, റിട്രോസ്പെക്റ്റീവ്ലി ബോധ്യങ്ങൾ എല്ലാവർക്കും വരും. ഇപ്പൊ ഇരുപതാം സരിൻ ഇരുപതാം പറയാണ് ഈ പറഞ്ഞ തൃത്വം ആരൊക്കെയാണ്? VD സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ നിർത്തിയാൽ തോക്കും എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. പാർട്ടി നശിപ്പിക്കുന്ന ഉറപ്പിച്ച് പറയുകയാണ്. നമ്മളൊരു ആവേശത്തിന് പറയുമ്പോൾ ഒരു കൊഴുപ്പുണ്ടാവും. 23 റിസൾട്ട് വരുന്നു. ആ തീരുമാനം ശരിയാണെന്ന് വരുമ്പോൾ അത് സരിന്റെ ബോധ്യമാവണ്ടേ? അത് ഞാൻ ആ ബോധ്യത്തിന് ജനങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളത് അംഗീകരിക്കുന്നുണ്ടല്ലോ. പോരെ? അതുകൊണ്ട് ഈ പറയുന്ന 3 പേരുടെ ആ ത്രിമൂർത്തികൾ എന്ന് പറയുന്ന 3 പേരുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതുമായ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ, ഇനി ആഭ്യന്തര കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. ഡോക്ടർ പി സറിന് പാലക്കാട് UDF സ്ഥാനാർത്ഥിയാവണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം UDF വേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഒരു കാൻഡിഡേറ്റിനെ കൂടി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം. സരിൻ എന്താ KS അദ്ദേഹത്തിന്റെ സംഭാവന എന്താ? ജവഹർ ബാലജി വേദിയിൽ സരിന്റെ സംഭാവന എന്താ? യൂത്ത് കോൺഗ്രസിൽ എന്താണ് സംഭാവന? സരിൻ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് അടികൊണ്ടവരാണോ? നെഞ്ചിൽ കൈവച്ച് പറയട്ടെ, ഈ പാർട്ടി വിട്ടു പോകുവാൻ ഒരു കൃത്യമായ കാരണം അദ്ദേഹത്തിനുണ്ടോ? 50,000-നും 60,000-നും വോട്ട് കിട്ടും. ആദ്യത്തെ 6 റൗണ്ടുകളിൽ BJP, അതിനുശേഷം ഇടതുപക്ഷം. പറഞ്ഞില്ലേ, ഒരു കാലത്തും രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്ന പ്രശ്നമില്ല. ഒരു റൗണ്ടിൽ പറഞ്ഞല്ലോ, പറഞ്ഞു. അതിനെന്ത് മനസ്സിലായി? ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. പിണറായി വിജയൻ തീരുമാനിക്കുന്നു, ഗോവിന്ദൻ പോയി സമ്മേളനം വിളിക്കുന്നു. സമ്മേളനത്തിൽ പത്മനാഭൻ എന്ന് വിളിക്കൂ. സരിൻ VD സതീശൻ അങ്ങോട്ടൊന്നല്ലോ പറഞ്ഞത്, ശ്രീ VD സതീശൻ എന്നല്ലോ. VD സതീശൻ തരുന്ന പോലെ അങ്ങോട്ട് കിട്ടോളൂ. എല്ലാ കോൺഗ്രസുകാരെ പോലെയും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ നിലനിൽപ്പിന് വേണ്ടി രാഷ്ട്രീയം കൊണ്ടു നടന്ന ഒരാളായിരുന്നു സരിൻ. അതൊക്കെ കാപട്യമായിരുന്നോ? കാപട്യമായിരുന്നു. നിലനിൽപ്പ് എന്ന് പറയുന്നു. ഞാൻ വീണ്ടും പറയുന്നു. അല്ല, അപ്പൊ ഇപ്പൊ കാണിക്കുന്നത് എന്താന്ന് ചോദിച്ചാലോ? ഉത്തരം പറ. അത് ഒറ്റ വാക്കേ ഉള്ളൂ. നാവും തലച്ചോറും പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വാടകയ്ക്ക് കൊടുക്കുന്നവൻ. 33ാമത്തെ വയസ്സിൽ ഈ രാജ്യത്തിന്റെ പോക്ക് കണ്ട് ഉണ്ടായിരുന്ന ഉദ്യോഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ കോൺഗ്രസിന് 50 സീറ്റ് തികച്ചില്ല ലോക്സഭയിൽ. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന CPM. ഞാൻ വന്നത് കോൺഗ്രസിലേക്കായത്. അദ്ദേഹത്തിന്റെ IASS ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അല്ല, താങ്കൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ സാധാരണ പൗരൻ എന്നുള്ള നിലയ്ക്ക്, വോട്ട് ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ, ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ജനവിധി ഉണ്ടാകുമ്പോൾ ഒരു സ്ഥാനാർത്ഥി വിജയിക്കും. ആ സ്ഥാനാർത്ഥി വിജയിക്കുന്നത് ആ നിയോജക മണ്ഡലത്തിന്റെ പൊളിറ്റിക്കൽ കൺവിക്ഷൻ വോട്ടാണ് എന്ന് വിശ്വസിക്കലാണ് ജനവിധിയുടെ അന്തസ്സത്ത് അംഗീകരിക്കൽ, അല്ലേ? അറിഞ്ഞ് ചെയ്തതാണോ? അറിയാതെയോ? അല്ല, ഇതാണ് പറഞ്ഞത്. എന്താണ് ആ അറിവിന്റെ അടിസ്ഥാനം എന്നുള്ളതിനെയൊക്കെ ഓരോ രാഷ്ട്രീയത്തിന്റെ, ഓരോ കാലഘട്ടത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ പക്വതയ്ക്കനുസരിച്ച് വിലയിരുത്തണം. പി സരിൻ, നിങ്ങളൊരു ജനവിധി അംഗീകരിക്കാത്തതിന്റെ രാഷ്ട്രീയ അപകടം എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? രാഹുലിന് രാഷ്ട്രീയ വോട്ട് കിട്ടുമ്പോൾ നിങ്ങൾ പറയും BJPയുടെ വോട്ടാണ്. അല്ല, ഒരു മിനിറ്റ്. ആഷ്മിക്ക് ഉറപ്പാണ് അത് രാഷ്ട്രീയ വോട്ടാണെന്നല്ലേ? എനിക്ക് ഉറപ്പുണ്ട്. ആഷ്മിയുടെ ബോധ്യങ്ങളാണല്ലോ എല്ലാവരുടെയും ബോധ്യങ്ങൾ. ഒരു പൗരൻ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യൽ അവന്റെ രാഷ്ട്രീയ ബോധ്യ വോട്ടാണ്, അല്ലേ? എന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന തെളിവുകൾ ഉണ്ട് എന്നാണ് ആഷ്മി ആവർത്തിക്കുന്നത്. അല്ല, മറിച്ച് അതാണ് പറയുന്നത്. അല്ല, മറിച്ച് എന്താണ്? BJPയുടെ പ്രസിഡന്റ് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. BJPയുടെ ദേശീയ നേതൃത്വത്തിന് എടുത്തു വായിച്ചു നോക്കണം. സ്വന്തം പാളയത്തിൽ നിന്ന് ആരൊക്കെ മറിച്ചു കുത്തിന്ന്. അത് രാഹുലിന് മിടുക്കല്ലേ? ഇനിയിപ്പോ മിടുക്കായി മാറി. ഇത്രയും നേരം രാഷ്ട്രീയ വിജയം മതി. സമ്മതിച്ചു. രാഹുൽ മിടുക്ക്. UDFന് രാഷ്ട്രീയ വൈഭവം അല്ലേ സാറേ? ഒരു പൗരൻ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യൽ അവന്റെ ബോധ്യത്തിലുള്ള തീരുമാനമാണ്. തിരിച്ചും മറിച്ചും പറയരുത്.
കേരളം മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്ന തിരിച്ചും SDPI മറിച്ചും യുടെ പറയരുത്. പ്രേരണ മൂലമാണെന്ന് പറയുന്നത് നിങ്ങൾ ദയവ് പാലക്കാട്ടെ മുസ്ലിങ്ങളെ ചെറുതാക്കലാണ്. ഒരിക്കലും അല്ല. സരിൻ, നിങ്ങൾ ഒരിക്കലും അല്ല. അവഹേളിക്കലാണ്. അല്ല. നിങ്ങൾ പാലക്കാട്ടെ അശ്വിനി, വോട്ടർമാരെ അവഹേളിക്കലാണ് അല്ലേ? പാർട്ടിയിൽ SDP യുടെ ഒറ്റ വോട്ട് കാര്യം കൊണ്ടാണ് ജയിച്ചെന്ന് പറയുന്ന മണ്ടത്തരം അല്ല, അവിടെ. പഠിക്ക് പോയി. അല്ല, ഇരട്ട മെമ്പർഷിപ്പ് ആ. അംഗീകരിക്കുന്ന ഒരേ ഒരു പാർട്ടിയായി ആ. കോൺഗ്രസ് ഈ രാഷ്ട്രീയ ചർച്ച അത് കഴിയുന്നതോടുകൂടി CPM ഒരു മിനിറ്റ് please, please. അത് ഞാൻ പറയട്ടെ. CPM ആയിരിക്കും. ഏയ്, അല്ല, ഒരു മിനിറ്റ്. പറയട്ടെ, ഇനി ഞാൻ പറയട്ടെ. കേട്ടോ. അല്ല, അത് ഞങ്ങളോട് വേണ്ട. ഒരു മിനിറ്റ്. അല്ല, ബിയാർ. ഒരു മിനിറ്റ്. ആ ഒരു മിനിറ്റ്. വേണ്ട. അല്ല, ബിയാർ, പറയട്ടെ. ആ ഒരു പ്രയോഗം മിനിറ്റ്. ഞങ്ങളോട് വേണ്ട. ജനത്തിന്റെ ഔദാര്യമാണ് ജനാധിപത്യം. ഒരു തർക്കവും അല്ല, ഇല്ല. നിങ്ങളുടെ ഔദാര്യത്തിന്റെ പേരല്ല മിണ്ടാണ്ടിരിക്കേ. ഏയ്. മഹാരാഷ്ട്രയില് കൊണ്ടുപോയി സൈഡാക്കില്ലേ? ഹരിയാനയിൽ അരിവാൾ ജനം കൊണ്ടുപോയി സൈഡാക്കി. ദേശീയ ചിഹ്നം ഓക്കേ, സാർ, അരിവാൾ ഓക്കേ, ഓക്കേ, ഓക്കേ. ഞങ്ങളുടെ ഔദാര്യം എവിടെയെല്ലാം ആ. രാഷ്ട്രീയത്തിൽ കൈപ്പത്തിക്കകത്ത് അരിവാൾ വരച്ചിട്ടാണ് രാജസ്ഥാൻ മത്സരിച്ചത്. ഞങ്ങൾ ഇവിടുത്തെ മുഖ്യ ശത്രു അരിവാൾ തന്നെയാണ്, മനുഷ്യ, CPM തന്നെയാണ്. ഒറ്റ ചോദ്യമേ അതിനൊരു ഉള്ളൂ. മാറ്റമില്ല. ഇത് തന്നെയാണ് അവരുടെ പ്രശ്നം. എന്താ പ്രശ്നം? അവർക്ക് പൊളിറ്റിക്കൽ കേരളത്തിൽ ഞങ്ങളുടെ CPM മുഖ്യ ആണ് ശത്രു എന്നും CPM തന്നെയാണ്. BJP-യുടെ വോട്ടും ഓക്കേ, ഓക്കേ. SDPയുടെ വോട്ടും അല്ല, അപ്പോ- കിട്ടണമെന്നും ഞങ്ങളുടെ മുഖ്യ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അല്ല, ഞങ്ങൾ എതിർക്കുന്ന അല്ല, അപ്പോ- CPM നെ തന്നെയാണ് അല്ല, കേരളത്തിൽ. ആയിക്കോട്ടെ. അല്ല, അപ്പോ- അപ്പോ- മാറ്റി പറയും. ഒരു ആ, മിനിറ്റ്. ആ, ആ. പബ്ലിക് ഡൊമൈനിലുള്ള ചർച്ചയാണല്ലോ. ഉറപ്പായും. ഒരു 10 വർഷം കഴിഞ്ഞ് തിരുത്തുന്നോ? ഇതേ BRM ഷഫീർ തിരുത്തും. ആ. ഇന്ത്യയുടെ ഗതികേട് ഓർത്ത് ഞാൻ ഈ സൈനികനല്ല. അപ്പൊ ഡോക്ടർ പി സർ ഇനി രാഷ്ട്രീയ ജീവിതം ഉള്ളിടത്തോളം കാലം ഇടതുപക്ഷത്ത് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. നിലപാടുകളുടെ പേരാണ് രാഷ്ട്രീയം. ജനങ്ങളിലേക്ക് അഭിപ്രായം പറഞ്ഞ അവരെ അഭിപ്രായത്തിനോട് ഒപ്പം നിർത്തലാണ് രാഷ്ട്രീയം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുകയോ ചെയ്യും. മത്സരിക്കാൻ വേണ്ടിയും ജയിക്കാൻ വേണ്ടിയും രാഷ്ട്രീയക്കാരനായ ആളല്ല ഞാൻ. ഞാൻ അതെന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചിട്ടുണ്ടെന്നാണ് ഒരു പരിധി വരെ ഞാൻ വിശ്വസിക്കുന്നത്. പാലക്കാട് പൂർണ്ണമായിട്ട് മനസ്സിലായോ? തോറ്റു അശ്വിനി, കൊണ്ട് അശ്വിനി, ഒരു മനസ്സിലായതാണോ? മിനിറ്റ്. മൂന്നാം സ്ഥാനത്താണ്. അശ്വിനി, മൂന്നാം സ്ഥാനത്ത് എത്തിയവരെ എന്തിനാണ് കളിയാക്കുന്നത്? ഹേ, കളിയാക്കിയതല്ല, പിന്നെന്താണ്? ഞാൻ പറഞ്ഞത് താങ്കളുടെ രാഷ്ട്രീയ ചേരിമാറ്റം കൃത്യമായി അവിടുത്തെ പാർട്ടി കേഡറിനടക്കം ബോധ്യമായതാണെങ്കിൽ 800 വോട്ടിന്റെ വർധനമാണോ സരിൻ ആഗ്രഹിച്ചത്? ശവത്തെ കുത്തരുത്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലായിരുന്നു എങ്കിൽ സ്വാഭാവികമായും BJP-യെ പിന്തള്ളി ഇത് 2ാം സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ളതിൽ ഒരു തർക്കമില്ല. അപ്പോൾ ഞാൻ ജയിക്കുന്നല്ല ഞാൻ പറയുന്നത്. ആ 2ാം സ്ഥാനത്തേക്ക് കാരണം പറയുന്നത് ഇതിന് തൊട്ട് മുമ്പ് മത്സരിച്ചത് ഏതാ? സ്റ്റെതസ്കോപ്പ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM 3ാം സ്ഥാനത്താണ്. ആ. ആണല്ലോ? ആ. ആണ്. ആണ്. അവിടെ 2ാം സ്ഥാനത്താരാ? BJP. ആ. അപ്പോഴേ ചിഹ്നമേതാ? അരിവാൾ ചുറ്റിക നക്ഷത്രം. പരിഹാസ ശരങ്ങൾക്ക് നടുവിലൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പടയാളിയെ പോലെയാണ് ഞാൻ. കൂടുതൽ താത്വിക അവലോകനമൊന്നും വേണ്ട. ആ. വെറുതെ പാലക്കാട് പറഞ്ഞാൽ സീറ്റ് മതി. കിട്ടിയില്ല, ചാടി. ഇവിടെ അന്ന് അത് ഷഫീറിന്റെ സ്വഭാവമായിരിക്കും, എന്റെ സ്വഭാവം. ഷഫീർ നിന്നിടത്തേ നിന്നിട്ടുള്ളൂ. അത് നോക്കാം. ഷഫീറെ നോക്കാം. ഒറ്റ കാലിൽ ഒറ്റ സ്വന്തക്കാരനായി നിന്നിട്ടുണ്ട്. താങ്കളിൽ നിൽക്കുന്നിടത്ത് നിൽക്കും. രാഷ്ട്രീയ മര്യാദ ഉണ്ടാകുമ്പോ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അങ്ങനെ അവഗണിച്ചാൽ കാലം വിലയിരുത്തട്ടെ. താങ്കളുടെ രാഷ്ട്രീയത്തെ കാലം വിലയിരുത്തട്ടെ. എന്റെ രാഷ്ട്രീയത്തെയും താങ്കളുടെ രാഷ്ട്രീയത്തെയും എന്റെ ഇനിഷ്യല് BRM എന്നാണ്. അല്ല ശ്രീ പി സർ, ഇവിടെ യഥാർത്ഥ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കള്ളപ്പണക്കാരനാണ് എന്ന് സരി ഞാൻ കരുതുന്നു. അങ്ങനെയല്ലോ പറഞ്ഞു. കോൺഗ്രസ് കണക്കിൽപ്പെടാത്ത പണം ഒഴുക്കുന്നവരാണ് എന്ന് പറഞ്ഞു. അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അല്ല, ഒരു ഘട്ടത്തിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വരെ പറഞ്ഞു. രാഹുൽ താങ്കൾക്ക് അനിയനെ പോലെയാണെന്ന് പറഞ്ഞു. അനിയനെ പോലെ രാഹുൽ ഒരു കള്ളപ്പണക്കാരനാണ് എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ രാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ കൊണ്ടുവന്ന് കുറെ കള്ളപ്പണം ഒഴുക്കുന്നല്ല. കോൺഗ്രസ് ഈ വിജയം നേടുന്നതിന് വേണ്ടി കണക്കിൽപ്പെടാത്ത പണം എങ്ങനെ ഒഴുക്കുന്നു എന്നുള്ളവരെ കൃത്യമായിട്ട് ഞാൻ അന്ന് പറഞ്ഞതുമായിരുന്നു. ഒരു ബൂത്തിൽ കോൺഗ്രസ്സുകാർക്ക് എത്ര കൊടുത്തു എന്ന് വരെ പറഞ്ഞു. ഇത്രയും ഉറപ്പിച്ചു പറയാൻ ഈ ആരടാ? CID യോ? ഈ പറയുന്ന നീലപ്പെട്ടി എന്ന് പറയുന്ന പെട്ടി, അതിന്റെ ഉള്ളിലാണ് എല്ലാം എന്നുള്ള വാദം. അതൊരു പുകമറ തന്നെയാണ്. പെട്ടികൾ പലതാകാം, വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പോഴും ഈ പറയുന്ന CPM-ന്റെ പരാതിയിൽ ഒരു പോലീസ് FIR ഇട്ടിട്ടില്ല ഈ കള്ളപ്പണം ഉണ്ടെന്നുള്ള പരാതി. പോട്ടെ, എന്തുവായാലും അതൊരു പ്രചരണ വിഷയമാണ്. ഇനി മാപ്പ് പറയാൻ പറ. ഒരു മിനിറ്റ് മാപ്പ് പറയാൻ പറ. അത് പറയാം. ഓക്കെ, ഇന്ത്യക്ക് ഇളി ഞാൻ മാറ്റി തരാടാ. ഇത്രയും മതിയോ അതോ ഇനിയും വേണോ? മതി. എന്നാ പോയി. ശരി.